നമ്മ ഇല്ലേ ഇവിടെ വന്നേരം തന്നെ ഉണ്ടല്ല, നമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച കാണേണ്ടി വന്നു. അതെന്താന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാട്ടാ. നമ്മ ഇപ്പം ഉള്ളത് അല്ലയിലെ ക്യാമൽ മാർക്കറ്റിലാണ്. ഇവിടെ ക്യാമൽ മാത്രമല്ല, ഇഷ്ടംപോലെ ആടുകളും പിന്നെന്ത് ബഫല്ലോ, പോത്ത പശുവാ, അതെല്ലാം ഉണ്ട് കേട്ടാ. ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് തന്നെ പിള്ളേർക്കെല്ലാം അല്ല സൂലൊക്കെ പോയൊരു എക്സ്പീരിയൻസാണ് കിട്ടീനി. പക്ഷെ ഒന്നേ ഇല്ലു, ഇവിടുത്തെ മാസ്ക് ഇട്ടിട്ട് ഇവിടെ വരാൻ പാടില്ലു, അത്രക്കും സ്മെല്ലാണ്. പ്രഗ്നൻസിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോയി തീർന്ന് അപ്പാട് ഛർദിക്കും. ഇവിടെ ഉണ്ടല്ലോ നടന്നാലും തീരൂല, അത്രക്കും ഇങ്ങനെ കൂടും. ഇഷ്ടംപോലെ ആട്, ഒട്ടകം, അത് പശുവ അല്ല പോത്ത, അത് മനസ്സിലായിട്ടാ, അത്രക്കും ഉണ്ട്. ഇവിടെ നിന്നിട്ട് അധികം ആൾക്കാരും അറുക്കാനും വിൽക്കാനൊക്കെ കൊണ്ടുവന്നത്. എന്താണെന്ന് വെച്ചാൽ അത്രക്കും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ആടുകളും ഇതെല്ലാം ഉണ്ട്. നടന്നാലും തീരൂല. മറ്റേ ദുബൈ മാള് പോലെയാണ്. ഒരുപാട് എല്ലാം ഒരേപോലെ, ഒന്നും മനസ്സിലാവില്ല വന്നതേലേന്നോ പോയതേലേന്നോ അങ്ങനെയായിട്ട് ഉണ്ടായത്. നമ്മൾ വന്നതില്ലേ കുറച്ച് ലേറ്റായിപ്പോയി, അത് മരിഭാവാനായിപ്പോയി. അതുകൊണ്ട് തന്നെ വേഗം വീഡിയോ ഒക്കെ സ്പീഡിലെടുക്കേണ്ടി വന്ന് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ല. നോക്കിയേ എന്ത് രസമല്ലേ ഈ ആടുകളെല്ലാം കാണാൻ വേണ്ടിയിട്ട്. കാണാൻ നല്ല രസമുണ്ടെന്നേ ഇല്ലു. ഒടുക്കത്തെ സ്മെല്ലാണ് കേട്ടാ, സഹിക്കാൻ പറ്റൂല, അത്രക്കും വല്ല സ്മെല്ല്. മാസ്ക് ഇട്ടേതാ പ്രശ്നമൊന്നുമില്ല കേട്ടാ. എന്തായാലും പിള്ളേർക്ക് പ്രശ്നമില്ല കേട്ടാ, മാസ്ക് ഇട്ടാൽ ഇല്ലെങ്കിൽ അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നേ. ഒന്നുമില്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് സൂ പോലെ കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലേ. ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് ഇങ്ങനെ ഓരോരോ ഷോപ്പാണ് സംഭവം. ഇത് മേലെ പേരും ഇതെല്ലാം എഴുതിയിട്ടുണ്ട്, നമ്പറും എന്നൊക്കെ. ആടെ നേരെ ഇപ്പുറത്തേക്ക് വന്ന് ഒട്ടകത്തിൻ്റെ അടുത്തേക്കാട്ടോ അമ്മ വന്നത്. യാ റബ്ബി, എത്രപ്പാട് ഒട്ടകം, കുറേ ഒട്ടകം ഉണ്ട്. ഇനി എത്ര വലുതെന്നറിയോ, നമ്മ ദൂരത്ത് കാണുമ്പം. Hey guys, look over here. This is a black camel. It's so rare to find one like this. ഇതാ നോക്കി, നമ്മ ബ്ലാക്കെല്ലാം വളരെ റെയർ ആയിട്ടുള്ള കാണില്ല. ഇവിടെ അങ്ങനെ ബ്ലാക്കും വൈറ്റും അങ്ങനത്തെ പലതരം കളർ ഒട്ടകവും ഉണ്ട് കേട്ടോ. നമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഒരുത്തം മതി കണ്ട ഒടിച്ചിട്ടിടുന്ന്. ഞാൻ വിചാരിച്ച എന്തോ അറുക്കാനായിട്ടും കൊണ്ടുവന്നു. നമ്മ കുറേ സമയം നോക്കി നിന്ന്. യാ റബ്ബേ പാവ, അതിനെ അറക്കം നോക്കിയാലും പറഞ്ഞ് ലാസ്റ്റായിട്ടാ മനസ്സിലായത് അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഈ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ചെക്കനെ കണ്ട എത്ര ചെറുതല്ലേ. എങ്ങനെ ഇവരിങ്ങനെ ലൈഫ് ഒരു പോയ പോലെ തന്നെയല്ലേ, അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് പുറം ലോകം കാണൂല. പക്ഷെ ഇവർക്കുണ്ടല്ല എല്ലാവർക്കും നല്ല സ്വഭാവം. എന്തേന്നറിയോ, ഫുൾ ടൈം അവർ ഇങ്ങനെ ഒരു മരുഭൂമിയില്ലാത്ത അവസ്ഥയല്ല. അപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാർ വരും, അവരിങ്ങനെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. നമ്മ വിചാരിച്ചത് വാങ്ങാൻ വേണ്ടി വിളിക്കുന്നതെന്ന്. ഇവരുണ്ടല്ല ഓരോരോ സെക്ഷനാക്കി വെച്ചിട്ടുള്ളത്. ചെറിയ കുട്ടികൾ വേറെ, വലിയ ആൾ വേറെ, പിന്നെ പ്രസവിച്ചവർ വേറെ, അങ്ങനെയെല്ലാം ഉള്ളത്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലെ ഒട്ടകങ്ങളാണ് ഉള്ളത്. പിന്നെ ഇത് വൈകുന്നേരം ആയപ്പം അവരെ ഇരുട്ടാവുമല്ലോ, അപ്പം ഒരു കൂട്ടിൽ നിന്ന് അടുത്ത കൂട്ടിലേക്ക് മാറ്റിക്കൊടുക്കുകയായിരുന്നു. കറക്റ്റ് വരിയായി ബാക്കിൽ ഓടി വന്നോളെ. ഈ വെയിറ്റ് ക്യാമലിനെ കാണാൻ വേണ്ടി നല്ല ക്യൂട്ടായിട്ടില്ലേ, എനിക്ക് നല്ല രസം തോന്നിയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കളറില്ലേ കുറച്ചേ ഇല്ലു, ബാക്കിയെല്ലാം നമ്മൾ എപ്പം കാണുന്ന പോലത്തെ തന്നെയാണ്. ഇത് കണ്ട, ഇതാണ് ഞാൻ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ ഒരിത്. ഞാൻ ജീവിതത്തിൽ കാണുന്ന പ്രതീക്ഷിക്കാത്തൊരു സംഭവം. ഇതില്ലേ നമ്മളെ ഒട്ടകത്തിൻ്റെ ലേബർ റൂമാണ് കേട്ടാ. ഈ വെള്ളം കുടിക്കുന്നുണ്ടോ, ഇരുട്ടായതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിപ്പം ഡെലിവറി ചെയ്യുന്നത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടിപ്പോയില് അങ്ങനെ ഡെലിവറി ചെയ്താൽ. ഇതാ ഒട്ടകത്തിൻ്റെ കുഞ്ഞൊക്കെ ഞാൻ വിചാരിച്ചില്ലേ ഈ ഒട്ടകമെല്ലാം നമ്മളെ മനുഷ്യ കുഞ്ഞു പോലെ തന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് എണീക്കലും നടക്കലും. പ്രസവിച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടാണ് ഇവർ നോക്കി കളിക്കുന്നത്. ആ ബാക്ക് കാണുന്നുണ്ട, അതാണ് കേട്ടോ പ്രസവിച്ചത് അമ്മ. അതിൻ്റെ ചങ്കിൻ്റെ മുകളിൽ ചങ്ക മേലെ കണ്ട ഒരു പഞ്ഞി പോലെ കാണുന്നു. അതല്ലേ എന്തൊക്കെയോ ഇപ്പോൾ ഡെലിവറി ചെയ്തുകൊണ്ട് തന്നെ എന്തൊക്കെയോ കെട്ടിവെച്ചതാ. നമ്മ അങ്ങനെ ഈ ഒട്ടകത്തിൽ നോക്കിയിട്ട് പോകുമ്പം ഇവരുണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ വിളിക്കുന്നു, ഇങ്ങോട്ട് വാ എന്നിട്ട്. നമ്മ വിചാരിച്ച് ഇവർ സാധനം ആടിനെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വിളിക്കുന്നു. അപ്പോഴേക്കല്ല കേട്ടോ, ഇവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അല്ല. അപ്പോൾ ഇങ്ങനെ പുറമേ നിന്ന് ആൾക്കാർ വന്നത് കുറച്ച് സംസാരിക്കുമ്പോഴും കുറച്ച് റിലാക്സ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വിളിച്ചതാണ്. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പുറത്ത് എടുത്ത് തന്ന്. നല്ല ക്യൂട്ടായിട്ടുള്ള ആടിട്ടാ.
ഇനി ആകെ 300 ഇറംസേ ഒരു പറട്ടില്ലു. ഇവിടെ സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് എൻ്റെ മോക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടുകയും ചെയ്യുന്നി. പിന്നെ യൂട്യൂബാണ് എൻ്റെ അനിയൻ പറഞ്ഞുതരുന്നത് തന്നെ. ഇവർ പറഞ്ഞ എൻ്റെ വീഡിയോ എടുക്ക്, എന്നെ കാണിച്ചു കൊടുക്കുക ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറേ ടൈം ഇവരോട് സ്പെൻഡ് ചെയ്ത്. ഇത് കുറേ എന്നെ നിർബന്ധിച്ച് കയ്യിലെടുക്ക് എനിക്ക് പേടിയാണ്, എനിക്ക് കോഴിക്കുഞ്ഞിനെ എടുക്കാൻ വരെ പേടിയാണ്. അതുകൊണ്ട് ഏതായാലും പറഞ്ഞല്ലേ അപ്പോൾ ഒന്ന് തലോടാന്ന് വിചാരിച്ച്. പക്ഷെ എൻ്റെ മോളില്ലേ നല്ല മാക്സിമം അത് മുതലാക്കിനി. അതിനെ തൊന്നിച്ചൊരു വിധാക്കിനി. എന്നിട്ടും പറയും ഞാൻ വരുന്നില്ല എന്നാണ് പറയുന്നത്, ഇവിടെ നിൽക്കട്ടെന്ന്. പിന്നെ ഇത് അതിനേക്കാൾ ചെറുതാണ് കേട്ടോ. എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ക്യൂട്ടായി തോന്നുന്നത് മറ്റേനെയാണ്. ഇത് കുറച്ചും കൂടി ചെറിയ തന്നെ. പക്ഷെ എനിക്ക് എടുക്കാനൊരു പേടി, ഞാൻ എടുത്തു നോക്കിയിട്ടില്ല. ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമില്ലേ പറയാണ്ട് വയ്യ, അത്രക്ക് അടിപൊളി സ്വഭാവം. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും ഭയങ്കര നല്ല, അത്രക്കും നല്ല സ്വഭാവമായിട്ട് ഇവിടുത്തെ എല്ലാവർക്കും ഉണ്ടായത്. ഇത് എന്നോട് പറഞ്ഞത് എൻ്റെ വീഡിയോ ഒന്ന് എടുക്കുമെന്ന് നിർബന്ധിച്ചിട്ട് കുറേ എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചാനലൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിന് ആര് കാണാനല്ലേ. ഇതാ ഈ വെള്ളാടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല എൻ്റെ മോക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിനി. പിന്നെ ഇവിടെ കൊണ്ടുവന്നതിൽ എന്തായാലും വളർത്താൻ പറ്റില്ല. ആകെ ചെറിയ പൈസയെ പറ്റു, 300 ഇറംസേ പറ്റു. പിന്നെ എനിക്ക് തോന്നിയത് 300 തെറ്റിപ്പോയി, 3 മാസമായതെന്ന് തോന്നുന്നു. മറ്റേത് അതിനേക്കാൾ കുറച്ചും കൂടി ചെറുതാണ്. ഇത് ഒരു വന്ന് എൻ്റെ വീഡിയോ എടുക്കുന്നിട്ട് അങ്ങനെ നിർബന്ധിച്ചിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ വീഡിയോ എടുത്ത്. സാധാരണ ഞാൻ അങ്ങനെ ആരും കാണിക്കില്ല. അപ്പോൾ എടുക്കാൻ പറഞ്ഞതാ, പിന്നെ എടുക്കാണ്ടിരിക്കൽ ശരിയല്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് സമയം അവരെ ഷോപ്പും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തവർ പറഞ്ഞു ഈ ഷോപ്പൊന്ന് വീഡിയോ എടുക്കുമെന്ന്. ഞാനെനിക്ക് എൻ്റെ സബ്സ്ക്രൈബറെ കാണിച്ചു കൊടുത്തു, ഇതാണ് ഞാൻ വലിയ യൂട്യൂബർ എന്നല്ല എന്നിട്ടും. എന്നാലും കുഴപ്പമില്ല, വെറുതെ ഒന്ന് ഇട്ടേ. ഇനി എപ്പോഴും ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരണം, അറിവിനോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ വരണമെന്നെല്ലാം പറഞ്ഞിട്ട് ഒരേ സംസാരിച്ച് കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിനി. പകുതി ഹിന്ദിയും എല്ലൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് എനിക്ക് മനസ്സിലായിട്ട. പിന്നെ എൻ്റെ മോളിതാ ഇതിനെ കിട്ടിയ പിന്നെ വിടുന്നില്ല. ഇതിനെ മിക്കവാറും ഇപ്പോൾ പരക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു. അങ്ങനത്തെ കളിയാണ് കളിച്ചത്. ഞാനാദ്യം ഇങ്ങനത്തെ അടുത്തെല്ലാം പോകുമ്പോൾ വിചാരിച്ചുള്ള വീഡിയോ എടുത്താൽ പറയുമായിരിക്കും, അങ്ങനെയൊക്കെ പേടിച്ചിട്ടുണ്ടായതാണ്. സാധാരണ മാളിലെല്ലാം പോയാൽ അങ്ങനെയാണ്, സെക്യൂരിറ്റി നോക്കിക്കൊണ്ടിരിക്കും വീഡിയോ എടുക്കുന്നുണ്ടോ എന്തെങ്കിലും ആക്കുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ ഒളിച്ചു വെച്ചിട്ടാണ് വീഡിയോ എല്ലാം എടുക്കൽ. ഇത് ഇവർ പറയുന്ന എടുക്ക് എന്നിട്ട് ഓളെ കയ്യിലെല്ലാം കൊടുത്തു. ഷോക്ക് എടുക്കാൻ പറ്റുന്നില്ല. എനക്കുണ്ടല്ലോ ഈ ചെറിയ കോഴിക്കുഞ്ഞി കൂറെ പല്ലിങ്ങത്തേനേലും ഭയങ്കര പേടിയാണ്. ഞാൻ അടുത്ത് കണ്ട റൂമിൽ തന്നെ കയറൂല. അങ്ങനത്തെ ഈ ഓളെങ്ങനെയാണ് ഇത്ര ധൈര്യം? ഈ ആടിനൊക്കെ എടുക്കാൻ പറ്റാത്ത പൊന്താത്ത പ്രശ്നമില്ല. ഓളല്ലെങ്കിൽ അത് എടുത്തിട്ട് കൊണ്ടുപോട്ടതിന്. പിന്നെ ഇവർ പറഞ്ഞ് അടുക്ക് പോലെ എൻ്റെ കുറച്ച് നല്ല പാങ്ങിലൊരു ആടിനെ കാണിച്ചു തരാം, ഇതും കൂടി ഒന്ന് വീഡിയോ എടുക്കുന്നത്. ഇതാ നല്ലത്. ആദ്യം എനിക്ക് പാങ്ങ് തോന്നിയിട്ടില്ല, പിന്നെ അടുത്തൊരു കുറച്ച് പാങ്ങുണ്ടല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. അങ്ങനെ അതെല്ലാം വീഡിയോ എടുത്ത് പോവാങ്കിന്. എന്നിട്ട് ഓളി തിന്നാൻ കൊടുക്കുക ഇതൊന്നും നിർത്തിയിട്ട് അതിൻ്റെ വിശപ്പെല്ലാം മാറ്റിയിട്ടേ പോന്നില്ല എന്നിട്ട് നിൽക്കുകയാണ്. എങ്ങനെ വിളിച്ച് വരുന്നില്ലാന്ന്. പിള്ളേർക്ക് അങ്ങനെയല്ലേ. എനിക്ക് ആദ്യമായിട്ട് ഇത്രക്കും ഒരു കുട്ടികൾക്കൊക്കെ നല്ലൊരു മൈൻഡ് ഹാപ്പി ആയിട്ടുണ്ട്. നമ്മൾ ഈ ക്യാരി ഫോറിലും മാളിലൊക്കെ കൊണ്ടുപോയിട്ടൊന്നും അത്രക്ക് സന്തോഷമൊന്നും കാണല്ല. പക്ഷെ ഇങ്ങനത്തെ അടുത്ത് So guys, the people over here are so kind. They let us touch the little goats and see. You can see over there. And we can domesticate these, and they are so affordable. And they are all so cute and fluffy. Here are the cows and calves. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൗവിൻ്റെ അടുത്തേക്ക് പോയി. കൗവ എന്തെന്ന് മനസ്സിലായിട്ട് കാളയാ ഒന്നും തിരിഞ്ഞിട്ട. പക്ഷെ ആ സൗണ്ടില്ലേ കുറേ കാലമായി കേൾക്കാത്ത ഈ പശുവിൻ്റെ സൗണ്ട്. പക്ഷെ സൗണ്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്മെല്ല് കൊണ്ടാണ് ഓടിപ്പോവും. അധികം നിൽക്കാനൊന്നും പറ്റില്ല. So this is a traditional soup. The things over here are made of palm trees, wool and clays and all. This place is so affordable and we can purchase so many things. So there we can see so many clay pots and all here. They're so good. They're so interesting to see. Look at those. They're made of clay.
It is so interesting. There are so many iconic things representing the UAE's culture. അതിൻ്റെ തൊട്ട് അപ്പുറത്താണ് കേട്ടോ ഈ മാർക്കറ്റ് വരുന്നത്. ഇവിടെ ഉണ്ടല്ലോ പണ്ടേത്തെ ഇവർ യൂസാക്കിയ ഇത് വുഡൻ്റെയും അങ്ങനത്തെ എല്ലാം കുറേ ഐറ്റംസ് നല്ല രസമുണ്ടായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. നോക്കിയേ വാഷ് ബേസിലും മരത്തിൻ്റെ എല്ലാം ടൈപ്പ്. പിന്നെ ഇത് ക്ലേ മണ്ണ്. There are so many wonderful souvenirs that we can buy. ഇതാ എന്ത് പാങ്ങല്ലേ ഇതിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു പണ്ടേത്തെ കാര്യങ്ങൾ ഇപ്പോൾ യൂസാക്കിയ ഐറ്റംസ് എല്ലാം നീ കാണുന്നത്. ഇവിടെ വന്നിട്ടില്ലേ നല്ലോണം മുതലായിട്ടാ. സൂലും മ്യൂസിയത്തിലൊക്കെ പോയ പോലെയാണ് നമുക്ക് തോന്നിയത്. അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടില്ലേ ശരിക്കും ഒരു പഴയ കാലത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിന്. ഇതെല്ലാം മണ്ണോട് ഉണ്ടാക്കിയത്. ഇത് റേറ്റ് വെച്ച് അങ്ങനെ അധികമൊന്നുമില്ല. മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ഷോപ്പ് ഉണ്ടല്ലോ. അപ്പം വലിയ അധികം റേറ്റ് ഒന്നും ഉണ്ടായിട്ട് ഇതെല്ലാം. So guys, this represents the UAE's lifestyle. In their free times, they used to play canama, and yeah, you guys can see. In the olden times, the Emirati people used to store all their valuable jewelries and all in these kind of boxes. ഇതാ നോക്കി എന്ത് പാങ്ങല്ലേ ഇതിൽ കാണാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് എടുക്കണമെന്നുണ്ടായിന്. പിന്നെ അതാ സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ പേടിയെ കൈമന്നാട്ട പൊട്ടിപ്പോയ പോയില്ലേ. അപ്പം ഇന്ന് വന്നോണ്ട് തന്നെ എനിക്ക് ഒട്ടകത്തിൻ്റെ പ്രസവവും കുഞ്ഞൊക്കെ കാണാൻ പറ്റി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒട്ടകം ഇത്ര വലിയ കുഞ്ഞിനെയാണ് പ്രസവിക്കുന്നത്. അത് മാത്രമല്ല പ്രസവിച്ചപ്പാടന്നെ കുഞ്ഞിയാണ് ഈ ചോടുന്നു ഞാൻ വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ.